എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടുന്നത്. ആറ്റുകാൽ പൊങ്കാല ഞാനിപ്പോൾ UAE-യിലാണുള്ളത്. അവിടെ എങ്ങനെ ഇടാമെന്നുള്ളതാണ്. കൊറോണയ്ക്ക് ശേഷം ഞാൻ UAE തന്നെയാണ് പൊങ്കാല ഇടുന്നത്. അന്ന് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇടുമായിരുന്നല്ലോ. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ഇത്തവണ ഞാൻ പൊങ്കാല ഇടുന്നെന്ന് കേട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, നമുക്ക് എങ്ങനെ റൂമിൽ പൊങ്കാല ഇടാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു. അപ്പം എൻ്റെ ലാപ്ടോപ്പ് ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിപ്പോയത് ആ വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോൾ അടുത്ത വർഷത്തേനാണെങ്കിലും എല്ലാവർക്കും ഇതൊരു പ്രയോജനപ്പെടും. അപ്പം ഞാൻ എങ്ങനെയാണ് റൂമിൽ പൊങ്കാല ഇട്ടെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ആറ്റുകാലമ്മയുടെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മയുടെ മുന്നിൽ തന്നെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു മാല മേടിച്ച് അമ്മയ്ക്ക് ചാർത്തിയിട്ടുമുണ്ട്. കണ്ടല്ലേ, ഇങ്ങനെ അമ്മയുടെ ഫോട്ടോ വെച്ചൊരു മാല ചാർത്തിയതിനു ശേഷം അതിന് മുന്നിലായിട്ടാണ് ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത്. വിളക്ക് നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ച് വെക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് കിണ്ടിയും വെള്ളം വെക്കുന്നു. അതിനുശേഷം നമ്മുടെ സാമ്പ്രാണി കത്തിക്കാനുള്ള ഇത് വെച്ചതിന് ശേഷം നമ്മൾ അതിന് മുന്നിൽ തന്നെ നമ്മൾ ഒരു നാളികേരം വെച്ച് ഗണപതി ഒരുക്കി വെക്കുകയാണ്. ആ നമ്മുടെ ദേവിയുടെ മുന്നിൽ വെക്കുന്ന വിളക്ക് ഞാൻ കത്തിക്കുന്നത് നമ്മൾ സാധാരണ എന്നും കത്തിക്കുന്ന നിലവിളക്കിൽ നിന്ന് ഒരു തിരിയാണ് നമ്മുടെ ദേവിയുടെ മുന്നിൽ കത്തിച്ചിരിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റിൽ ഒഴിയാനുള്ള കർപ്പൂരം തട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിന് മുന്നിലായിട്ട് 3 കലം, അതായത് നമ്മൾ പൊങ്കാല ഇടാനുള്ള 3 കലം മാലയൊക്കെ ചാർത്തി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പുതിയ കലത്തിൽ തന്നെ വേണം പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്ത കലമൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ ഇന്നിവിടെ 3 കലത്തിൽ ശർക്കര പൊങ്കാലയും അതിനുശേഷം മണ്ടപ്പുറ്റും തെരളിയപ്പമാണ് പുഴുങ്ങുന്നത്. അങ്ങനെയാണ് മൊത്തം 5 ഐറ്റമാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടല്ലോ, ശർക്കരയെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെല്ലുകുത്തരി അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ടത്തപ്പം പുഴുങ്ങാൻ വേണ്ടി പൊടിയരിയും ശർക്കരയും തേങ്ങായും പയറുമാണ് ഉപയോഗിക്കുന്നത്. പയറ് നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കും, എന്നിട്ടാണ് അതിലാണ് മണ്ടത്തപ്പം പൊടിക്കുന്നത് കേട്ടോ. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അതിനുശേഷം പായസം വെന്ത് കഴിയുമ്പോൾ നെയ്യ് തൂവിയാണ് നമ്മൾ എടുക്കേണ്ടത്. കുറച്ച് ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ച് അത് മാറ്റി വെക്കണേ. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കരുതി വെക്കേണ്ട സാധനങ്ങൾ. അതിനുശേഷം നമ്മൾ കുറച്ച് പൂവും കരുതി വെച്ചേക്കണം, ലാസ്റ്റ് വിളക്ക് കത്തിച്ച് നേദിച്ചെടുക്കാൻ വേണ്ടി. കണ്ടല്ലോ, ഇതുപോലൊക്കെ പുതിയ സ്റ്റൗവിലാണ് നമ്മൾ ഫിഷും മീറ്റും ഒന്നും വെച്ച അടുപ്പുകൾ ഉപയോഗിക്കരുത്. ഇതുപോലൊക്കെ പുതിയ സ്റ്റൗവാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് അമ്മയുടെ നടയിൽ ഭദ്രദീപം തെളിയിക്കുന്ന സമയത്ത് തന്നെ നമ്മളിവിടെ TV-യിൽ ടൈം നോക്കിയാൽ മതി, കറക്റ്റ് ടൈം കാണിക്കും. ആ ടൈമിൽ നമ്മൾ ഇതുപോലൊക്കെ കർപ്പൂരം വെച്ച് കത്തിച്ച് കലം വെച്ച് ഇതുപോലൊക്കെ കത്തിക്കുക. അതിനുശേഷം ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടല്ലോ, വെള്ളം ഒഴിച്ച് കലത്തിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകുന്ന തിളച്ച് വീഴുന്ന ടൈമിൽ അരി കഴുകി നമ്മൾ 3 തവണ കലത്തിനൊഴിഞ്ഞ് നമ്മൾ കലത്തിലേക്ക് അരി ഇടും. അതിനുശേഷം അരി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ശർക്കര ഇടേണ്ടത്. കലത്തിലായിട്ട് ഇടുന്ന സമയത്ത് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആണെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ച് അമ്മയുടെ ആ പൊങ്കാല സമർപ്പിക്കുന്നത് അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ 3 കലം തിളച്ച് തൂവിയത് കിഴക്കോട്ട് തന്നെയായിരുന്നു. അതല്ല, അപ്പോൾ ഒരു ദോഷമില്ലെന്നാണ് എൻ്റെ സൂചന പറയുന്നത്. അതിനുശേഷം ശർക്കരയിട്ട് നമ്മൾ തവിയിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല. പായസം റെഡി ആയതിനു ശേഷം അമ്മയ്ക്ക് നേദിച്ചതിന് ശേഷമേ തവിയിട്ട് ഇളക്കാവുള്ളൂ കേട്ടോ. ഉണ്ടല്ലോ, ഇതുപോണക്ക് കലം നിറഞ്ഞ് തിളച്ച് തൂവണം നമ്മുടെ പൊങ്കാല. അങ്ങനെ ഏകദേശം എൻ്റെ 3 കലത്തിലെയും പൊങ്കാല കറക്റ്റായിട്ട് തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ തിളച്ച് തൂവി പായസം റെഡിയായി. ലാസ്റ്റ് നമ്മൾ ചെറുപഴം അരിഞ്ഞിട്ട് പറ്റി വരുന്ന സമയത്തേക്കിന് ചെറുപഴം അരിഞ്ഞിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമ്മൾ കലം വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത്. കലം വാങ്ങി വെക്കുന്നത് ഒരു ഇലയിട്ട് അടച്ചു വെക്കണം. ലാസ്റ്റ് അമ്മയ്ക്ക് നേദിക്കാൻ നേരം മാത്രമേ നമ്മൾ കലത്തിൽ തവിയിട്ട് ആ പായസം എടുക്കാവുള്ളേ. അടുത്തത് ഞാൻ തെരളിയപ്പം പുഴുങ്ങാൻ പോവുകയാണേ. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ശർക്കര, പഴം, ഇത് 3ഉം കൂടെ ഞെരടിയാണ് തെരളിയപ്പത്തിന് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നത്.
തെരളിയപ്പം എല്ലാവരും പുഴുങ്ങുന്നത് നാട്ടിലാണെങ്കിൽ നമ്മുടെ വയണയില വയണയിലാണ് പരത്തി തെരളിയപ്പം പുഴുങ്ങുന്നത്. എനിക്കിപ്പോൾ ഇവിടെ UAE-യിലായത് കാരണം വയണയില കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വാഴയില എടുത്തിട്ടാണ് അതിലാണ് തെരളി പരത്തി ഞാൻ നമ്മുടെ ഇഡലിത്തട്ടിലാണ് വെച്ചിട്ട് അത് പുഴുങ്ങിയെടുത്തത്. നമ്മൾ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കണ്ട. ഈ ശർക്കരയുടെയും പഴത്തിൻ്റെയും ഇതിൽ നന്നായിട്ട് നമുക്ക് ഞെരടിയെടുക്കാൻ പറ്റുന്നതാണ്. അഥവാ മുറുകി പോവാണെങ്കിൽ ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതുപോണക്ക് ഇലയിലോട്ടെല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കണേ. ഇത് ഒന്നും തന്നെ അമ്മയ്ക്ക് നേദിക്കുന്നതിന് മുമ്പ് മധുരം ഉണ്ടോന്നോ വെന്തിട്ടുണ്ടോന്നോ ഒന്നും നമ്മൾ തുറന്നു നോക്കാനും തവിയിട്ട് ഇളക്കാനും ഒന്നും പാടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ മണ്ടത്തപ്പം പുഴുങ്ങാൻ പോവാണേ. ഉണ്ടല്ലോ, നമ്മുടെ പച്ച ചെറുപയർ എടുത്തിട്ട് പൊടിച്ച് ഒരു കൈ ചെറുപയർ 2 കൈ പയറിന്റെ ആവശ്യമുള്ള അതൊന്നും കണ്ടല്ലോ. ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് വാർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഏലക്ക പൊടിച്ചത് ചേർക്കണം. ഒരു ലേശം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി കുറച്ച് മതി കേട്ടോ. അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണേ. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നെ എടുക്കണേ. ലേശം വെള്ളം തളിച്ച് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ. ആദ്യമേ തന്നെ കുറേ വെള്ളം കോരി ഒഴിക്കല്ല. ജസ്റ്റ് വെള്ളം ഇങ്ങനെ തളിച്ച് കുഴച്ചെടുത്താൽ മതിയേ. ആ ശർക്കരയുടെ നനവും ആ തേങ്ങയുടെ നനവും ഒക്കെ ആകുമ്പോൾ ഏകദേശം തന്നെ അതൊരു പരുവത്തിന് കുഴഞ്ഞ് കിട്ടും. അത് നോക്കിയതിന് ശേഷം വെള്ളം നമ്മൾ തളിച്ച് കൊടുത്തിട്ട് ചെറുത് കുഴച്ചെടുത്താൽ അത് ഈ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന കണക്ക് ലേശമായിട്ട് തന്നെ നനച്ച് കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമുക്കത് ആ കറക്റ്റ് അളവിൽ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതിനുശേഷം ആ ഒരു ബോളാക്കിയതിന് ശേഷം അതിലേക്ക് കണ്ണും മൂക്കും ഒക്കെ നമുക്കിങ്ങനെ ചെറിയൊരു ഈർക്കലിൻ്റെ ഇത് വെച്ചിട്ട് വരയ്ക്കാനുണ്ട്. അതൊന്നും വരച്ചെടുക്കാൻ പറ്റത്തില്ല. മണ്ടത്തപ്പം പുഴുങ്ങ പൊട്ടിപ്പോവുകയും ചെയ്യുമേ. കണ്ടല്ലോ, ഈ പരുവത്തിന് തന്നെ പുട്ടുപൊടിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ നനഞ്ഞേ ഇരിക്കാവും. അതെന്നിട്ട് നന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണേ. കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് ഞെക്കി അതിനാദ്യം നമ്മളിങ്ങനെ ഒരു പരുവാക്കിയതിന് ശേഷം ഇങ്ങനെ ഉരുട്ടിയാൽ മതി. നന്നായിട്ട് തന്നെ അത് ഉരുണ്ട് വരും കേട്ടോ. നമ്മൾ റവയുടെയൊക്കെ പരുവത്തിന് വേണം പയറ് തരിതരിയായിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനേ. 7, 9, 5 എന്ന ആ ഒരു കണക്കിൽ വേണം നമ്മൾ മണ്ടത്തപ്പത്തിന് നമ്മൾ ഉരുളകളാക്കി വെക്കാനേ. കണ്ടല്ലോ, കണ്ണ് വരച്ചു. അതിനുശേഷം മൂക്കും വായും ഒക്കെ വരച്ച് നമ്മൾ ഒരു ആൾ രൂപത്തിൻ്റെ ഇതിലാണ് നമ്മളിതിനെ സങ്കല്പിച്ചിട്ടാണ് മണ്ടത്തപ്പം പുഴുങ്ങുന്നത്. മണ്ടത്തപ്പം പുഴുങ്ങി നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ എപ്പോഴാണോ ഇത് നേദിക്കുന്നത് ആ ടൈമിൽ നമ്മളും കിണ്ടിയിലെ വെള്ളം എടുത്ത് ഈ പായസത്തിലും മണ്ടത്തപ്പത്തിലും തെരളിയിലും എല്ലാം കുടഞ്ഞ് അമ്മയ്ക്കൊരു ഇലയിൽ നേദിക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് നമുക്ക് കഴിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും പാടുള്ളത്. നമ്മൾ അമ്മയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്ന് കർപ്പൂരത്തേൽ കത്തിച്ചതിന് ശേഷമാണ് ഈ പായസത്തിലും മണ്ടത്തപ്പത്തിലും തെരളിയിലും എല്ലാം ഒഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നിവേദ്യം അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. ഇത്രയാണ് നമ്മൾ വീട്ടിൽ അല്ലെ റൂമിൽ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിനുള്ള ചടങ്ങുകൾ. 5 ദിവസമോ 3 ദിവസമോ നോമ്പെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. പൊങ്കാല ഇടുമ്പം തന്നെ നമ്മൾ രാവിലെ മരുന്ന് വല്ലതും കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം ഇച്ചിരി ആഹാരം വല്ലതും കഴിക്കാം. അല്ലാതുള്ളവരാണ്, ആരോഗ്യമായിട്ടുള്ളവരാണ്, അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. തലേ ദിവസം ഒരിക്കൽ ഇരുന്നിട്ട് വേണം നമ്മൾ അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ.
ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിലിടുന്ന പൊങ്കാലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഏകദേശം 4-5 വർഷമായിട്ട് ഞാൻ അമ്മയ്ക്ക് നമ്മുടെ UAE റൂമിൽ തന്നെ പൊങ്കാല ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചു എങ്ങനെ ഇടാൻ പറ്റും, ഇങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന അടുപ്പിൽ പറ്റുമോ? യൂസ് ചെയ്യുന്ന അടുപ്പിലൊന്നും ചെയ്യില്ല, കാരണം നമ്മൾ അവിടെ നോൺ വെജും വെച്ച് ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതായിരിക്കും അമ്മയ്ക്ക് സമർപ്പിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ഒരാഴ്ച ഒരെണ്ണമെങ്കിലും ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ബായ്.